ഈസി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസ്കൃതം 6ാം ക്ലാസ്സിലെ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫസ്റ്റത്തെ ചോദ്യമാണ്, മഹാഭാരതസ്യ കർത്ത കഹ? വാത്മീകി, ഭാരവി, വേദവ്യാസഃ. ഇവയാണ് ഓപ്ഷൻസ്. മഹാഭാരതത്തിൻ്റെ രചയിതാവ് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം മഹാഭാരതം എഴുതിയത് വേദവ്യാസനാണ്. ഉത്തരം വേദവ്യാസഃ. രണ്ടാമത്തെ ചോദ്യം, കേരള രാജ്യസ്യ ധനകാര്യ സജീവഃ കഃ? കേരളത്തിലെ ധനകാര്യമന്ത്രി ആരാണ്? തോമസ് ഐസക്, നിർമ്മല സീതാറാം, ബാലഗോപാലഃ. ഇവയാണ് ഓപ്ഷൻസ്. ശരിയായ ഉത്തരം ബാലഗോപാലഃ എന്നാണ്. മൂന്നാമത്തേത്, സഹാർത്ഥ ശബ്ദയോഗോ ക വിഭക്തി? സഹാർത്ഥ ശബ്ദയോഗ എന്നതിൻ്റെ വിഭക്തി എന്താണ്? പ്രഥമ, തൃതീയ, പഞ്ചമി. ഇവയാണ് ഓപ്ഷൻസ്. ശരിയായ ഉത്തരം തൃതീയ എന്നാണ്. അടുത്തത്, അധോദത്തേഷു ല്യബന്ധമവ്യയം കിം? ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളവയിൽ ഏതാണ് ല്യബന്ധമവ്യയം? ബാലായ, രാമായ, ആഹൂയ. ഇതിൻ്റെ ശരിയുത്തരമാണ് ആഹൂയ. തന്നിരിക്കുന്നവയിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ആഹൂയ. അടുത്തതാണ്, നന്ദിനി ദേവി കുത്ര വസതി സ്മ? നന്ദിനി ദേവി എവിടെയാണ് താമസിക്കുന്നത്? കേരളേഷു, കാശ്മീരേഷു, ബംഗാളേഷു. ശരിയായ ഉത്തരം കാശ്മീരേഷു. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അടുത്തത്, ഗ്രാമേ ഭവഃ ഇത്യസ്യ ഏകം പദം കിം? ഗ്രാമേ ഭവഃ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻസ്, ഗ്രാമാധിപഃ, ഗ്രാമീണഃ, ഗൃഹിണഃ. ഗ്രാമേ ഭവഃ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ഗ്രാമീണഃ. അടുത്തതാണ്, ഡാഷ് ജനാഃ രാഷ്ട്രസ്യ സമ്പദഃ ഭവന്തി? അലസാഃ, അക്ഷമാഃ, സ്വസ്ഥാഃ. ഡാഷ് ജനങ്ങളാണ് രാഷ്ട്രത്തിൻ്റെ സമ്പത്ത്. ശരിയായ ഉത്തരമാണ് സ്വസ്ഥാഃ ജനാഃ രാഷ്ട്രസ്യ സമ്പദഃ ഭവന്തി. അടുത്തത്, ഋഷഭശ്ചേതേ രജ്ജുർധാവതി കഃ? കൂപഃ, അണ്ഡഃ, അലാഭു. കാളകിടക്കും കയറോടും എന്നത് ശരിയായ ഉത്തരം ഏതാണ്? കൂപഃ, അണ്ഡഃ, അലാഭു. ഇതിലെ ശരിയായ ഉത്തരമാണ് അലാഭു, മത്തങ്ങ. അടുത്ത ചോദ്യമാണ്, കതി വിഭക്തയഃ സന്തി? എത്ര വിഭക്തികളാണുള്ളത്? പഞ്ച, ഷഡ്, സപ്ത. ശരിയായ ഉത്തരം സപ്ത, 7. അടുത്തതാണ്, ദൂരദർശനസ്യ ധ്യേയവാക്യം കിം? ദൂരദർശൻ്റെ ധ്യേയവാക്യം എന്താണ്? സത്യമേവ ജയതേ, സത്യം ശിവം സുന്ദരം, അഹർനിശം സേവാമഹേ. ദൂരദർശൻ്റെ ധ്യേയവാക്യമാണ് സത്യം ശിവം സുന്ദരം. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ശ്രീ ശങ്കരാചാര്യസ്യ ജന്മദേശം കുത്ര? ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദേശം എവിടെയാണ്? ചെമ്പഴന്തി, കാലടി, തിരൂർ. ശരിയായ ഉത്തരം അറിയാവുന്നവർ താഴെ കമൻ്റ് ഇട്ടോളൂ. ഈ ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റിയത്? വീഡിയോയിൽ ഉത്തരം പറയുന്നതിന് മുൻപായി നിങ്ങൾക്ക് എത്ര ഉത്തരങ്ങൾ കിട്ടി എന്നുകൂടി കമൻ്റ് ഇടണേ. ശരിയായ ഉത്തരമാണ് കാലടി. അടുത്തതാണ്, നാരായണീയസ്യ കർത്ത കഃ? നാരായണീയം എഴുതിയത് ആരാണ്? പൂന്താനം, നാരായണ ഭട്ടഃ, അച്യുത പിഷാരടി. നാരായണീയം എഴുതിയിട്ടുള്ളത് നാരായണ ഭട്ടഃ എന്നതാണ് ശരിയായ ഉത്തരം. തന്നിരിക്കുന്നതിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം.
അടുത്ത ചോദ്യം, ദേശീയ യുവജന ദിനം കഥാ ഭവതി? ദേശീയ യുവജന ദിനം എന്നാണ്? ജൂൺ 12, ജനുവരി 12, ഏപ്രിൽ 12. ശരിയായ ഉത്തരാണ് ദേശീയ യുവജന ദിനം ജനുവരി 12. അടുത്ത ചോദ്യം നോക്കാം. കഹ വേദാംഗേഷു ന അന്തർഭവതി? തന്നിരിക്കുന്നവയിൽ ഏതാണ് വേദാംഗത്തിൽ ഉൾപ്പെടാത്തത്? കൽപ്പഃ, ശിക്ഷ, യോഗഃ. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം ഇവയാണ് വേദാംഗങ്ങളിൽ ഉൾപ്പെടുന്നവ. ഉൾപ്പെടാത്ത ഉത്തരമാണ് യോഗഃ. അടുത്തത്, ശിശുഃ ഡാഷ് സഹ ക്രീഡതി? ഓപ്ഷൻസ്: മാത്ര, പിതാ, സോദരസ്യ. ശരിയായ ഉത്തരം ശിശു മാത്ര സഹ ക്രീഡതി. അടുത്തതാണ്, കൃഷ്ണദ്വൈപായനഃ കഃ? ആരാണ് കൃഷ്ണദ്വൈപായനൻ? വ്യാസഃ, ഭാസഃ, കാളിദാസഃ. ഇവയാണ് ഓപ്ഷൻസ്. ശരിയായ ഉത്തരാണ് വ്യാസഃ. അടുത്തത്, സീമ ഇതി പദസ്യ സമാനപദം കിം? സീമ എന്ന വാക്കിൻ്റെ സമാനപദം ഏതാണ്? വനിത, മാല, മര്യാദ. സീമ എന്ന പദത്തിൻ്റെ സമാന പദമാണ് മര്യാദ. അടുത്തത്, അപാലയത് അത്ര കഹ ലകാരഃ? അപാലയത് എന്നത് ഏത് ലകാരമാണ്? ലോട്ട്, ലങ്, ലട്ട്. ശരിയായ ഉത്തരം ലങ്. അടുത്ത ചോദ്യമാണ്, നാസ്ത്യേവ പദച്ഛേദഃ കഃ? നാസ്ത്യേവ എന്നതിൻ്റെ പദച്ഛേദം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. നാസ്തിഃ പ്ലസ് ഏവ, നാസ്തി പ്ലസ് ഏവ, നാസ്തി പ്ലസ് ഏവ. ശരിയായ ഉത്തരാണ് നാസ്തി പ്ലസ് ഏവ. തന്നിട്ടുള്ളതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അടുത്തതാണ്, സംഗീതപ്രധാനഃ വേദഃ കഃ? സംഗീതത്തിന് പ്രാധാന്യം നൽകുന്ന വേദം ഏതാണ്? യജുർവേദഃ, ആയുർവേദഃ, സാമവേദഃ. ശരിയായ ഉത്തരമാണ് സംഗീതപ്രധാനമായിട്ടുള്ള വേദമാണ് സാമവേദം. മൂന്നാമത്തേതാണ് ശരിയായ ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കാം. ഏകപദേന ഉത്തരം ലിഖതു. താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഒറ്റ പദത്തിൽ ഉത്തരം എഴുതാനുള്ളവയാണ്. വേദസ്യ ഘ്രാണത്വേന കഥിതം വേദാംഗം കിം? വേദത്തിൻ്റെ ഘ്രാണം എന്നറിയപ്പെടുന്ന വേദാംഗം ഏതാണ്? ഉത്തരമാണ് ശിക്ഷ. അടുത്തത്, മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദസ്യ പിതാ കഃ? മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദരുടെ അച്ഛൻ ആരാണ്? ശരിയായ ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. അങ്ങനെ ഈസി സംസ്കൃത് ലേണിംഗ് എന്ന യൂട്യൂബ് ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹം. ഇനിയും ഇതുപോലെ സപ്പോർട്ട് മുന്നോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ചോദ്യമാണ്, കവികുലഗുരു കഃ? കവികുലഗുരു എന്നറിയപ്പെടുന്നത് ആരെയാണ്? കവികുലഗുരു എന്നറിയപ്പെടുന്നത് കാളിദാസനാണ്. ഉത്തരം കാളിദാസഃ. അടുത്തത്, ദുഃഖേന ലബ്ധും ശക്യം ഡാഷ്? ശരിയായ ഉത്തരം ദുർലഭം. അടുത്തത്, സംസ്കൃതാക്ഷരൈഃ ലിഖത. സംസ്കൃത അക്ഷരത്തിൽ ഈ സംഖ്യേനെ എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള സംഖ്യ 57. 57നെ സംസ്കൃതത്തിൽ പറയുന്നത് സപ്തപഞ്ചാശത് എന്നാണ്. ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് സപ്തപഞ്ചാശത്. അടുത്ത ചോദ്യം, നന്ദിനി ദേവ്യാഹ കതി പുത്രാഹ ആസൻ? നന്ദിനി ദേവിക്ക് എത്ര പുത്രന്മാരാണുള്ളത്? 4 പുത്രന്മാരാണ് അല്ലേ ഉള്ളത്? 4 എന്നതിന് ചത്വാരഹ. നന്ദിനി ദേവ്യാഹ ചത്വാരഹ പുത്രാഹ സന്തി എന്നതാണ് ഉത്തരം എഴുതേണ്ടത്.
4 എന്നതിന് ചത്വാരി എന്നാണ് പറയുക. ഉത്തരം എഴുതുമ്പോൾ ചത്വാരഹ എന്നാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഭാരതസ്യ ദക്ഷിണസീമ കാ? ഭാരതത്തിൻ്റെ ദക്ഷിണസീമ ഏതാണ്? ഉത്തരാണ് കന്യാകുമാരി. അടുത്തത്, ഭഗവത്ഗീത കസ്മിൻ ഗ്രന്ഥേ അന്തർഭവതി? ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിൽ നിന്നും അന്തർഭവിച്ചിട്ടുള്ളതാണ്? ഉത്തരം അറിയാവുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടാവുന്നതാണ്. ശരിയായ ഉത്തരം മഹാഭാരതം എന്നാണ്. അടുത്ത ചോദ്യം, ശ്വഃ രവിവാസരഃ, ഹ്യഃ കഃ വാസരഃ? ശ്വഃ എന്നാൽ നാളെ, നാളെ. രവിവാസരഃ, രവിവാസരഃ എന്നാൽ ഞായറാഴ്ച. നാളെ ഞായറാഴ്ചയാണെങ്കിൽ ഇന്നലെ ഏത് ദിവസമായിരുന്നു? ഹ്യഃ എന്നാൽ ഇന്നലെ, ശ്വഃ നാളെ, അദ്യ ഇന്ന്, ഹ്യഃ ഇന്നലെ. നാളെ ഞായറാണെങ്കിൽ ഇന്നലെ ഏതായിരുന്നു? നാളെ ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന് ശനിയാഴ്ച. അപ്പോൾ ഇന്നലെ എന്താഴ്ചയായിരിക്കും? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയ്ക്ക് എന്താ പറയുക? ശുക്രവാസരഃ. ശരിയായ ഉത്തരാണ് ശുക്രവാസരഃ. അടുത്ത ചോദ്യം, കേരള രാജ്യസ്യ ഔദ്യോഗിക പുഷ്പം കിം? കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്നറിയപ്പെടുന്നത് എന്താണ്? ശരിയായ ഉത്തരം കണിക്കൊന്ന. കണിക്കൊന്നയ്ക്ക് സംസ്കൃതത്തിൽ എന്താണ് പറയുക? കർണികാരം. കർണികാരം എന്നാൽ കണിക്കൊന്ന. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരമാണ് കർണികാരം. അടുത്ത ചോദ്യം, യഥോചിതം യോജയതോ? ശരിയായതിലേക്ക് വരച്ച് യോജിപ്പിക്കുക. കാളിദാസഃ, ഭാസഃ, ഭഗവത്ഗീത, അച്യുതപിഷാരടി, സ്വാമി വിവേകാനന്ദഃ. ബോക്സിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ്: ജാതകാഭരണം, കർണഭാരം, നരേന്ദ്രഃ, മേഘദൂതം, മഹാഭാരതം. ശരിയായി യോജിപ്പിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് നോക്കാം. കാളിദാസഃ, മേഘദൂതം, ഭാസഃ, കർണഭാരം, ഭഗവത്ഗീത, മഹാഭാരതം, അച്യുതപിഷാരടി, ജാതകാഭരണം എന്നതിലേക്ക് യോജിപ്പിക്കുക. സ്വാമി വിവേകാനന്ദഃ, നരേന്ദ്രഃ എന്നതിലേക്കും വരച്ച് യോജിപ്പിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കിയാലോ. കിം ഗണേ ന അന്തർഭവതി? നേത്രം, നയനം, നക്ഷത്രം. തന്നിട്ടുള്ളവയിൽ ഏതാണ് ഒറ്റയാൻ? നേത്രം, നയനം, നക്ഷത്രം എന്നിവയിലെ ഒറ്റയാനാണ്. ശരി ഉത്തരം നക്ഷത്രം. നയനം എന്ന് പറഞ്ഞാലും നേത്രം എന്ന് പറഞ്ഞാലും കണ്ണാണ്. അടുത്തത്, മാതാ, പിത, ഭ്രാത. ഇതിൽ വരുന്നത് മാതാ എന്നാണ്. അടുത്തത്, ഗായതി, ഝടിതി, പിബതി. ശരിയായ ഉത്തരം ഝടിതി. ഝടിതി എന്നാൽ പെട്ടെന്ന്. ഗായതി പാടുക, പിബതി എന്നാൽ കുടിക്കുക. അടുത്ത ചോദ്യമാണ്, സംഖ്യാം അക്ഷരേഹി ലിഖതു. ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട്. 2 സംഖ്യകളാണ് തന്നിട്ടുള്ളത്. ഈ 2 സംഖ്യകളെയും അക്ഷരത്തിൽ എഴുതുക. സംസ്കൃതത്തിലാണ് അക്ഷരത്തിൽ എഴുതേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് 173. 173നെ സംസ്കൃതത്തിൽ എഴുതുക. രണ്ടാമത്തേത് 2018. ഇവയെ രണ്ടിനെയും സംസ്കൃത അക്ഷരങ്ങളിൽ എഴുതി കൊടുക്കുക. അക്ഷരത്തിലല്ല, വാക്യത്തിൽ. 173 എന്നതിനെ എഴുതേണ്ടതാണ് ത്രിസപ്തത്യധികശതം. അടുത്തത് 2018 എന്നതിനെ അഷ്ടാദശാധികദ്വിസഹസ്രം. 2018 അഷ്ടാദശാധികദ്വിസഹസ്രം. അടുത്ത ചോദ്യമാണ്, പദച്ഛേദം ലിഖതു. ദീപമന്യം എന്നതിൻ്റെ പദച്ഛേദം എഴുതുക. ദീപം പ്ലസ് അന്യം, ദീപമന്യം. അടുത്തത്, പണ്ഡിതോ അയം എന്നതിൻ്റെ പദച്ഛേദം എഴുതുക. ശരിയായ ഉത്തരമാണ് പണ്ഡിതഃ പ്ലസ് അയം. അടുത്തത്, സർവാണി അക്ഷരാണി ഉപയുജ്യ സാർത്ഥകം പദം രചയതു. തന്നിരിക്കുന്ന എല്ലാ അക്ഷരങ്ങളും ഉപയോഗിച്ച് അർത്ഥവത്തായ ഒരു പദം കണ്ടെത്തുക. സ്ത, ക്ഷ, ല, ഹ, പ്ര, മ, ന. ഇതിൻ്റെ ശരിയായ വാക്കാണ്
ഇതിൻ്റെ ശരി ഉത്തരം കിട്ടിയവർ ഉറപ്പായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടണേ. ശരിയായ വാക്ക് പറയാം. ഹസ്തപ്രക്ഷാളനം. അടുത്തതാണ് ശിമ്രരനസ്കഹ. നമ്രശിരസ്കഹ എന്നതാണ് ഇതിൻ്റെ ശരിയായ വാക്ക്. ആർക്കെല്ലാം കിട്ടി എന്ന് കമൻറ്റ് ഇടണേ. അടുത്തത് നോക്കാം. ക ണം ദ രോ ര ന. ഇതിൻ്റെ ശരിയായ വാക്കാണ് രോദന കാരണം എന്നതാണ് ഇതിൻ്റെ ശരിയായ വാക്ക്. അടുത്ത ചോദ്യം നോക്കിയാലോ. ഉചിതരൂപേണ പൂരയതു. ഛാത്രഃ വിദ്യാലയം ഡാഷ് പഠതി. ബ്രാക്കറ്റിൽ ഗം ക്വാന്തം. ഛാത്രഃ വിദ്യാലയം ഗത്വാ പഠതി എന്നതാണ് എഴുതേണ്ടത്. ഗത്വ എന്നതാണ് ഡാഷ് ഇട്ട സ്ഥലത്ത് എഴുതി കൊടുക്കേണ്ടത്. അടുത്തതാണ് യുവാം പുസ്തകം ഡാഷ് പഠ ലട്ട്. ഇതിനെ ലട്ട് ധാതുവിൽ എഴുതുക. യുവാം പുസ്തകം പഠതഃ എന്നാണ് ശരിയായ ഉത്തരം. യുവാം പുസ്തകം പഠതഃ. അടുത്തതാണ് മാതാമഹി കഥാം ഡാഷ്. വധ് ധാതുവിൻ്റെ ലങ്ങാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. മാതാമഹി കഥാം. ഉത്തരം പറയുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ ഉറപ്പായും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻ്റ് ഇടണം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മാതാമഹി കഥാം അവദത് എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. വാക്യം ശോധയത. അഹം മിത്രസ്യ സഹ ക്രീഡാമി. അടുത്തത് ത്വം കിം കരോതി. അഹം മിത്രസ്യ. മിത്രസ്യ എന്നതിൻ്റെ താഴെ അടിവര ഇട്ടിട്ടുണ്ട്. ആ വാക്ക് തെറ്റാണ്. അവിടെ നമ്മൾ ശരിയായ വാക്ക് എഴുതി കൊടുക്കണം. അഹം മിത്രേണ സഹ ക്രീഡാമി എന്നാണ് ശരിയായ വാക്ക്. അടുത്തത് ത്വം കിം കരോതി. കരോതി എന്നതിനെ മാറ്റി എഴുതേണ്ടതാണ്. കരോതി എന്നുള്ള സ്ഥലത്ത് ത്വം കിം കരോഷി എന്നതാണ് വേണ്ടത്.